പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആലയമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ വിശുദ്ധിക്കും കർത്താവിൻ്റെ ജീവിതത്തിനും ചേരാത്ത എന്തിനും കടന്നു വന്നാൽ അതപ്പം തന്നെ നമ്മളെ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു മിശിഹ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നതിൽ ആദ്യത്തെ ദൗത്യം മനുഷ്യൻ രക്ഷ നേടുകയും രണ്ടാമത്തെ ദൗത്യം മനുഷ്യൻ വിശുദ്ധിയിൽ സ്വർഗസ്ഥനായ പിതാവിനോട് പോലെ തന്നെ ജീവിക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും, ഓരോ നൊയമ്പെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു മിശിഹ നമ്മളെ സത്യവും നല്ലതും നീതിയും പഠിപ്പിക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ നൊയമ്പ് ആചരിക്കുന്നത്. ഇപ്പോൾ കർത്താവായ യേശു മിശിഹൻ്റെ സത്യത്തെയും കർത്താവായ യേശു മിശിഹൻ നീതിയെയും കർത്താവായ യേശു മിശിഹ നല്ലതാണെന്നും ആ നല്ലതിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിലെ അശുദ്ധിയെല്ലാം ഉപേക്ഷിച്ച് ത്യജിച്ചുകൊണ്ട് ഞാനൊരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു നല്ലൊരു ഉത്തമയായി ക്രിസ്ത്യാനിയായി ജീവിക്കണം. കർത്താവിനെ പോലെ തന്നെ ചിന്തയിലും പ്രവൃത്തിയിലും ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ജീവിക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു ചിന്ത വിഷയമായി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. ദേവാലയത്തിലെ നാശത്തെക്കുറിച്ചുള്ള പ്രവാചനമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ആദ്യത്തെ വാക്യം ഇത് തന്നെയാണ്. യേശു ദേവാലയത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരു, നോക്ക്, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ദേവാലയത്തിൽ നിന്നും കടന്നു വന്നു. നമ്മൾ ആദ്യത്തെ കാര്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. കർത്താവായ യേശു മിശിഹ ദേവാലയത്തിൽ എന്തിനാണ് പോയത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ ഓരോ വിശ്വാസിൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലാണ്. അതാണ് കർത്താവായ യേശു മിശിഹ സുവിശേഷ ഭാഗത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവായ യേശു മിശിഹ ദേവാലയത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോഴാണ് ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു കർത്താവായ യേശു മിശിഹയെ കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോയ കർത്താവ് ഇറങ്ങി വീഴുമ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെ പോലെ തന്നെ നമ്മളും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര കഷ്ടകാലവും എത്ര സങ്കടം കടന്നു വന്നാൽ നമ്മൾ അതിനെല്ലാം വളരെ നിമിഷമായ നേരത്തിൽ തന്നെ മറികടക്കും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹ പ്രാർത്ഥിക്കാൻ പോയതുപോലെ നമ്മളും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ബലമുണ്ടാകാൻ വേണ്ടി, ആധ്യാത്മികമായ ജീവിതത്തിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ഗുരു, നോക്ക്, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആധ്യാത്മികമായ ജീവിതത്തിൽ എത്ര നാൾ വിശുദ്ധിയിൽ ജീവിച്ചു, അതാണ് ദൈവം നോക്കുന്നത്. പക്ഷെ നമ്മുടെ ആധ്യാത്മികമായ ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല. നമ്മുടെ ആധ്യാത്മികമായ ജീവിതം ഒരിക്കലും നശിക്കാൻ പാടില്ല. നമ്മൾ വചനത്തിൽ നോക്കിക്കോ, സോലാണെങ്കിലും അവൻ പൗലോസ് എന്ന് മാറിയപ്പോൾ അവൻ്റെ ജീവിതം ആധ്യാത്മികമായ ജീവിതം കൂടുതൽ ബലപ്പെടുത്തുകയും ദൈവം അവനിൽ കനിയുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നൊയമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം എടുക്കേണ്ട ഒരു ചിന്ത പ്രാർത്ഥനയിലായിരിക്കുക, പ്രാർത്ഥന ദൈവത്തിനോട് സമർപ്പിക്കുക, നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹത്തിൽ ചേർത്ത് വയ്ക്കുക. നമ്മളൊരിക്കലും തകർക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ പാപത്തിൻ്റെ വഴി തന്നെ സ്വീകരിച്ച് നടന്നാൽ ഒരുപക്ഷെ കല്ലിന്മേൽ അവശേഷിക്കാതെ ഇതെല്ലാം തകർക്കപ്പെടും. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് കർത്താവായ യേശു മിശിഹ അവിടെ സംസാരിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും കർത്താവിൻ്റെ ആലയമാണ്. അപ്പോൾ ഈ ആലയത്തിൽ നിന്നും പുറത്തു വരേണ്ട വിശുദ്ധിയും പ്രാർത്ഥനയും മറ്റു വ്യക്തികളുടെ നന്മയും സ്നേഹവും അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് അസൂയയോ മറ്റു വ്യക്തികൾക്കെതിരെയോ ഉള്ള ഒരു ദൂഷണം ഒന്നും തന്നെ കടന്നു വരാൻ പാടില്ല. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തെ നമ്മൾ സംരക്ഷിക്കണം. ദൈവത്തിൻ്റെ ആലയത്തെ നമ്മൾ കൂടുതൽ വിശുദ്ധിയോടെ കാത്ത് സംരക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവം നേരിട്ട് ഈ പ്രാർത്ഥനയുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും നമ്മളെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയും. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.